നെഗറ്റീവ് പറഞ്ഞവര് പറയട്ടെ, ഞങ്ങൾക്ക് അതിൽ വിഷമമൊന്നുമില്ല. അവനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഇത്രയും പ്രായമായിട്ട് വല്ല പണിക്കുമ്പോ കൂടെ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ കുറെ വളച്ചൊടിച്ച ആൾക്കാർ സംസാരിച്ചു എന്നുള്ളതൊക്കെയാണ്. അറിയണവര് പറയട്ടെ. എനിക്ക് അങ്ങനെ സങ്കടമൊന്നുമില്ല, എനിക്ക് എല്ലാം ഹാപ്പിയാണ്. കാരണം ദൈവം നടത്തും എന്നുള്ള വ്യത്യാസം മുമ്പോട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് എന്ത് കണ്ടിട്ടാ? ഈ നെഗറ്റീവ് വരാൻ വേണ്ടി എന്തെങ്കിലും വായിന്നൊന്ന് വീണ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കണവരുണ്ട്. അവര് ഇടണ ഈ തമ്പനയിലും പിന്നെ ക്യാപ്ഷനും ഇല്ലേ, അതാണ് കാര്യം. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവര് കട്ട് ചെയ്ത ഭാഗം കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും അതല്ലേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. അവരാ വീഡിയോയുടെ മുഴുവനും ഭാഗം അധികം പേര് ശ്രദ്ധിക്കണില്ല. പിന്നെ ഈ ഇന്റർവ്യൂസ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ, അതൊരു കണക്കിന് നെഗറ്റീവായി എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചിലപ്പോ നമുക്ക് പറയാൻ അറിയില്ലാതെ വരാം. ചിലപ്പോ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചാടിക്കേറി ഉത്തരം പറയുമ്പോൾ അത് അബദ്ധമായി മാറിയേക്കാം. പലരും പല രീതിയിലല്ലേ പല ആൾക്കാരും കാണണേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴാണെങ്കിലും ബർത്ത്ഡേ വിഷും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതിന് പേയ്മെന്റ് എങ്ങനെയായിരുന്നു? പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞാണ് ആകെ വിഷയമായിക്കണം. ഞങ്ങൾ ആദ്യമൊക്കെ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെയാണ് ചെയ്തോണ്ടിരുന്നത്. 150 രൂപ, 200 രൂപ, 500 രൂപ അങ്ങനെയൊക്കെ. പിന്നെ കുറച്ചുകൂടെ ഇങ്ങനെ പോന്നു കഴിയുമ്പോഴേക്കും ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ കുറച്ച് പൈസക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, കുറച്ച് പൈസ നിങ്ങൾ കൂടുതൽ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തോരം പേരാ വീഡിയോ കാണുന്നത്, അപ്പം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കൂട്ടണം എന്ന് പറഞ്ഞു, റേറ്റ് കുറച്ച് കൂട്ടണം എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതും ശരിക്കും ഒരു വർക്കല്ലേ? ഇങ്ങനെ ഈ കള്ളം പറയാണ്, പലതിനും നെഗറ്റീവ് മാത്രം പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് ശരിക്കും എന്താ പറയാനല്ലേ? അവരോട് ഇപ്പൊ എന്നാ പറയണേ, ഇപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവര് വിശ്വസിക്കൂലല്ലോ. പിന്നെ കമന്റ് നോക്കരുത്. കമന്റ് നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എന്നാ പറയണേ നെഗറ്റീവ് തളർന്നു പോകും നമ്മള്. അത് കണ്ടിട്ട് അപ്പൊ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. പണിക്ക് പോകുന്നില്ല, അതുപോലെ മറ്റുള്ളവരെ പറ്റിച്ച് കഴിയുക, അങ്ങനെ കേൾക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട്. സത്യം പറഞ്ഞാൽ തകർന്നു പോകാറുണ്ട്, ഒരുപാട് വിഷമം തോന്നാറുണ്ട് അങ്ങനെയുള്ള കമൻറ്റ് കേൾക്കുമ്പോൾ. ഞങ്ങൾ ആരെ ഇതുവരെ പറ്റിച്ചിട്ട് തട്ടിച്ചിട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ബർത്ത്ഡേ വർക്കാണെങ്കിലും ഞങ്ങളെ അവരെ ഏൽപ്പിക്കും. ഞങ്ങളൊരു റേറ്റ്, ഞങ്ങളുടെ റേറ്റ് അവരോട് പറയും. അവർ പറയുന്ന ഓക്കെ എന്ന് പറയും, ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഏറ്റവും വലിയ ആഗ്രഹം വീട് വെക്കണം എന്നാണ്. വീട് എല്ലാവരും ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ വീട് കണ്ടു. നേരത്തെ അങ്ങനെ എൻ്റെ വീട് പലതും ചോദിച്ചായിരുന്നു വീട് കാണിക്കാമെന്നൊക്കെ. അപ്പോൾ ഞാൻ വീട് കാണിക്കാൻ തയ്യാറായില്ലായിരുന്നു. കാരണം എങ്ങനെ കാണിക്കണേ, കാരണം അതുപോലത്തെ രീതിയിലല്ലേ കിടക്കണേ. അപ്പോൾ കാണിക്കാനും ഒരു വിഷമം, ബുദ്ധിമുട്ട്. അതെ, ഞാൻ കിടക്കണ അവിടെയൊക്കെ നനയും. നല്ല മഴ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു രക്ഷയില്ല. പിന്നെ ഇപ്പൊ ഞാൻ എന്നെ ചെയ്യണം, മഴക്കാലം ഇനിയിപ്പോ ജൂണല്ലേ വന്നെ. അതിപ്പോ അങ്ങനെ തന്നെ കിടക്കാല്ല. ഞങ്ങളെ തേടി മെയിൻ സ്ട്രീം 1 യൂട്യൂബ് ചാനൽ എത്തിയിരിക്കുകയാണ്. ഇതിൽ പരം സന്തോഷം ഞങ്ങൾക്കിനി വേറെ ഇല്ല. ഒരു ചെറിയ ദുഃഖം, കനാൽ വെള്ളമില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് വെള്ളം വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. മെയിൻ സ്ട്രീം 1 ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് കനാൽ ബ്രദേഴ്സ് ആണ്, ലെവിൻ ആൻഡ് അഭിലാഷ്. ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്? ഇനി ഞങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളുള്ളത് ഇവന്റെ വീടിന്റെ ഫ്രണ്ടിലാണ്. ഇനി നമ്മളൊരു സൈക്കിൾ ട്രിപ്പ് ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ മൊത്തം ചുറ്റി കാണിക്കാന്നാണ് ഇവര് പറഞ്ഞേക്കുന്നത്. അപ്പൊ റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഏത് സൈക്കിളിലാ പോവാൻ പോണേ? ഈ സൈക്കിളില് നമ്മൾ എങ്ങോട്ടാ ട്രിപ്പ് പോവാൻ പോകുന്നേ? സൈക്കിളിൽ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പൊ അവിടെ ഞങ്ങള് കുറെ നാളായി പോയിട്ട് അവിടെ അടിപൊളി ആക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഞങ്ങളത് കണ്ടിട്ടില്ല, എങ്ങനെയാ കേട്ടറിവ് മാത്രമേ ഉള്ളൂ, കാണാൻ പോവാണ്. നന്നാക്കുന്നതിന് മുമ്പേ ഞങ്ങള് പോവായിരുന്നു. നന്നാക്കിയ ശേഷം ഞങ്ങള് അങ്ങോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. ട്രിപ്പ് മൊത്തം സൈക്കിളിലാ? ട്രിപ്പ് മൊത്തം സൈക്കിളിലാ. സൈക്കിളിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ട് നമ്മ പറയുന്നുണ്ടല്ലോ. എന്താ കഥ? സ്പോൺസർ ചെയ്തത് അത് മലേഷ്യയിലുള്ള എന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവർ, എന്റെ ഒരു ഫ്രണ്ട്. ഫോളോവറുടെ പേരൊക്കെ പറ. വിജയ്കിരൺ, അങ്ങനെയാണ് ആ ചേട്ടന്റെ പേര്. അപ്പൊ ഞങ്ങക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങക്ക് 10,000 ഫോളോവേഴ്സ് ആകണ സമയം ഞാനൊരു സൈക്കിള് തരുമെന്ന് പറഞ്ഞു. 10,000 ഫോളോവേഴ്സ് ആയി, പുള്ളിക്കാരൻ സൈക്കിളും തന്നു.
അപ്പൊ പണ്ട് തൊട്ടേ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മളിപ്പോ പാർക്കിൽ പോകുന്നതിന് മുന്നേ അവിടെ അമ്മയുണ്ട്, അഭിലാഷിന്റെ അമ്മയുണ്ട്, ലെവിന്റെ അമ്മയുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അവരെ ഒന്ന് പരിചയപ്പെടുത്തി തായോ. വായോ. ഇതാണ് അപ്പൊ ലെവിന്റെ അമ്മ. എന്താണ് മകനെ കുറിച്ച് പറയാനുള്ളത്? വളരെ സന്തോഷം. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിനൊക്കെ ഒത്തിരി മാറ്റം വന്നു, ഒത്തിരി സന്തോഷമുണ്ട്. കനാലിൽ വെള്ളം വരുമ്പോ ഭയങ്കര ഒരു ആഘോഷാണ്. വെള്ളം വന്നിടാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചാടുകയോ മറിയുകയൊക്കെ ചെയ്യും. അങ്ങനെ അവര് വെറുതെ ഒരു ഇത് അവര് ചെയ്തതാണ്. കനാല് വെച്ച് എന്ത് കിട്ടിയാലും കനാല് വെച്ച് കഴിക്കും. അങ്ങനെ കഴിച്ചാണ് വയറിലായത്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ എല്ലാവരും ചോദിക്കാറുണ്ടോ? പിന്നെ എല്ലാരും അങ്ങനെ അപ്പുറത്തൊരാള് ഒളിച്ചു മാറി നിൽക്കുന്നുണ്ട്. പരിചയപ്പെടുത്തി തന്നെ അമ്മേനെ. ഹലോ ഗായ്സ്, ഇതാണ് എന്റെ അമ്മ. ഇവനിങ്ങനെ ഫോണിൽ കുത്തിയിരിക്കുമ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും ചെയ്യണം. അന്നേരം അവൻ പറഞ്ഞ് സാരയില്ല അമ്മ, വിഷമിക്കണ്ട അമ്മ, എല്ലാ കാര്യങ്ങളും നല്ലതിന് വേണ്ടി അമ്മ ഞാൻ ചെയ്യണേന്ന് പിന്നെ പറയാറുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും അതൊക്കെ കാണുമ്പോ സന്തോഷായില്ലേ? പറഞ്ഞ പോലെ തന്നെ ആയില്ലേ? സൈക്കിള് കുറച്ച് ദിവസമായി ഗൈസ് എടുത്തിട്ട്. അതുകൊണ്ട് അല്ല, ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് ഒന്നും പോകാറില്ലല്ലോ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ട്രിപ്പ് നിർത്തി വെച്ചേക്കുവാണോ? കാലിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞല്ലോ. കാലിന് പാടില്ലാത്തോണ്ട് സൈക്കിളൊന്നും ചവിട്ടാൻ പറ്റില്ല. ഒത്തിരി ആളായി സൈക്കിൾ. കാല് എവിടെ വീണ? എന്താ പറ്റിയേ? എന്ത് പറ്റിയതാ? എന്തോ എല്ല് സ്ലിപ്പായതാ. എല്ല് സ്ലിപ്പായ? ലെഗ് കാലിന്റെ. അപ്പൊ നമ്മളിതേ പാർക്കിലോട്ട് പോവുകയാണ്, സൈക്കിളിൽ പോവുകയാണ്. എന്താവുന്നൊക്കെ കണ്ടറിയാം. അവിടെ കൊറേ സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇനി ഇവിടുന്ന് കൊറേ ദൂരം പോവാനുണ്ടോ? കുറച്ചുകൂടെ പോയാൽ മതി. കുറച്ച് പറഞ്ഞു കൊറേ ആയല്ലോ. ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തേ, ശരിയാക്കി തരാം. അതുപോലെ ആയി അല്ലേ? അതെ. ഇത്ര അടുത്തായിട്ട് അപ്പൊ എന്താ ഇടയ്ക്കൊന്നും പോവാത്തെ? അതൊക്കെ സമയം കിട്ടാറില്ല. എന്താ ഇത്രമാത്രം ബിസിയാണ്. വഴി എങ്ങോട്ടാ? ലെഫ്റ്റോ റൈറ്റോ? ഇതല്ലേ നിങ്ങൾ പഠിച്ച സ്കൂള്? അതെ. ഇതാണ് എടപ്പിടിച്ച സ്കൂള്. ഓ, പള്ളി അപ്പറേ. ഓക്കേ. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് അവധിയാ. ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു നീല കളർ കാണാൻ പറ്റണില്ലേ? അവിടാണ് പാർക്ക്. അതെ. അപ്പൊ ഗായ്സ്, നമ്മളൊരു കുറച്ച് മിനിറ്റിനകം പാർക്കിൽ എത്തുന്നാണ് ഇവര് പറയുന്നത്. അതെ ഗായ്സ്, അപ്പൊ നമ്മള് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊറേ നാളിന് ശേഷം ഈ പാർക്ക് ആദ്യം കാണുന്നത്. ഓക്കേ, അപ്പൊ നമുക്ക് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കേ. അപ്പൊ നമ്മള് പാർക്കിലെത്തി. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടില്ലേ? ഒരുപാട് പാടുപെട്ട് കുറച്ച് ദൂരം ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങള് വലിച്ചല്ലേ. അതെ, കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ വീഡിയോ ചെയ്യുമ്പോ ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം വൈറലാവുന്നോ? ഒരിക്കലും തോന്നിയില്ല, ഒരിക്കലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാ പഴയ ഞങ്ങളാണോ ഇപ്പോഴത്തെ ഞങ്ങളെന്ന് ഒരു ചെറിയ സംശയം. കാരണം പണ്ട് ഞങ്ങളുടെ വീഡിയോ കുറച്ച് പേര് കണ്ട് വ്യൂസ് ഒക്കെ കുറവായിരുന്നല്ലോ. അപ്പൊ ഇന്ന് കുറച്ചുകൂടെ വ്യൂസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഓർക്കും പണ്ടത്തെ ഞങ്ങളാണ് ഇപ്പോഴത്തെ ഞങ്ങൾ, അങ്ങനത്തെ ഒരു തോന്നല്. ഇങ്ങനെ ഈ കള്ളം പറയാണ്, പലതിനും നെഗറ്റീവ് മാത്രം പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് ശരിക്കും എന്താ പറയാനല്ലേ? അവരോട് ഇപ്പൊ എന്നാ പറയണേ? ഇപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവര് വിശ്വസിക്കൂലല്ലോ. അപ്പൊ പിന്നെ അവര് വിശ്വസിക്കുന്നവര് വിശ്വസിക്കട്ടെ എന്നല്ലാതെ ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് പറയാനാ? ഞങ്ങളതൊന്നും ശ്രദ്ധിക്കില്ല. ഞങ്ങള് വീഡിയോ പിന്നെ കമന്റ് നോക്കരുത്. കമന്റ് നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി എന്നാ പറയണേ, നെഗറ്റീവ് തളർന്നു പോകും നമ്മള്. അതുകൊണ്ട് നമ്മൾ കമന്റ് ബോക്സ് കഴിവതും നെഗറ്റീവ് നോക്കാതിരിക്കുക. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോ ഈ നെഗറ്റീവ് കമന്റ്, ഈ നോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ നോക്കി പോണതല്ലോ. അന്ന് എന്നെ ഇട്ടേക്കണേന്നൊന്നും അറിയാൻ നോക്കും. പക്ഷെ അന്നേരം നമ്മൾക്ക് മനസ്സിന് തളരണ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പിന്നെ എന്നാ പറയണേ, ചിലതിന് മറുപടി കൊടുക്കും, ചിലതിനൊന്നും കൊടുക്കാറില്ല. ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് എന്ത് കണ്ടിട്ടാ? എല്ലാരും നിങ്ങൾക്ക് വല്ല പണിക്കും പോകുന്നില്ലേ അങ്ങനെല്ലാം പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു, പക്ഷെ നിങ്ങൾ ചെയ്യുന്നതും ശരിക്കും ഒരു വർക്കല്ലേ? പ്രൊമോഷൻസ് ആണ് ചെയ്യുന്നത്. ഞങ്ങള് സത്യം പറഞ്ഞ ജോലി എന്നൊക്കെ പറയാം.
ഒരു work നിങ്ങളുടെ കോണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് കാരണമാണല്ലോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വീഡിയോ ചെയ്തു തരണം എന്ന് പറയുന്നത്. പിന്നല്ലേ വീഡിയോ ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളെ വർക്ക് ഏൽപ്പിക്കണവർക്കും പ്രശ്നമില്ല, കാണുന്ന ചിലർക്കാണ് പ്രശ്നങ്ങള്. അത് കണ്ടിട്ട് അപ്പൊ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്, ഉണ്ട്. സങ്കടാണ്. പറയട്ടെ, ഒരു പറയാവുന്നതിന്റെ മാക്സിമം പറയട്ടെ. ഞങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകും, അത്രേ ഉള്ളൂ. അതെ, അതാണ് കോൺഫിഡൻസ്. അവസാനം ഞങ്ങൾ വിജയിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഇത്രോ ഞങ്ങള് കേറിട്ട് ഇത്രോ ഞങ്ങക്ക് ഇതായപ്പോ ഇനി രക്ഷപ്പെടും അല്ലേ, രക്ഷപ്പെടും. ഇതില് വിശ്വാസമുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇവൻ പറഞ്ഞു വല്ല പണിക്കും പോടാ എന്ന് പറഞ്ഞ കമന്റ് ആണ് ഭയങ്കരമായിട്ട് ഡൗൺ ആക്കിയത്. ബ്രോക്ക് ഏറ്റവും കൂടുതൽ മെന്റലി ഫീൽ ചെയ്ത കമന്റ് ഏതാ? ഇതൊക്കെ തന്നെയാണ്, വേറൊന്നും അങ്ങനെ ഇല്ല. പിന്നെ എന്നാ പറയണേ, കുഞ്ഞു പിള്ളേരെ പോലെ പക്വതയില്ലാത്തവർ, അതൊക്കെ കേട്ട് തഴമ്പിച്ചുകൊണ്ടാണോ എന്താണെന്നറിയില്ല. അത് കേൾക്കുമ്പോൾ ഉള്ള വിഷമത്തെക്കാളും കൂടുതൽ പണിക്ക് പോകുന്നില്ല, അതുപോലെ മറ്റുള്ളവരെ പറ്റിച്ച് കഴിയുക, അങ്ങനെ കേൾക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട്. സത്യം പറഞ്ഞാൽ തകർന്നു പോകാറുണ്ട്, ഒരുപാട് വിഷമം തോന്നാറുണ്ട് അങ്ങനെയുള്ള കമൻറ്റ് കേൾക്കുമ്പോൾ. ഞങ്ങൾ ആരെ ഇതുവരെ തട്ടിച്ചിട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ബർത്ത്ഡേ വർക്കാണെങ്കിലും ഞങ്ങളെ അവരെ ഏൽപ്പിക്കും. ഞങ്ങളൊരു റേറ്റ്, ഞങ്ങളുടെ റേറ്റ് അവരോട് പറയും. അവർ പറയുന്ന ഓക്കെ എന്ന് പറയും, ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇന്നും കൂടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, അതും ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ. അവർക്കാണല്ലോ ഒരു പ്രശ്നവുമില്ല. നമ്മള് ഒരു ഇപ്പൊ ഇത് പറഞ്ഞ അത് ചിലവര് അത് സത്യം അറിയാതെ ചിലപ്പോ അത് വിശ്വസിച്ചു പോകുന്നു. ചിലര് ശരിയാ, അങ്ങനെ വിശ്വസിക്കണവരുണ്ട്. പിന്നെ ഈ ഇന്റർവ്യൂസ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ, അതൊരു കണക്കിന് നെഗറ്റീവായി എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അതെന്തേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഈ ഇന്റർവ്യൂ എടുക്കുമ്പോഴേക്കും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചിലപ്പോൾ നമുക്ക് പറയാൻ അറിയില്ലാതെ വരാം. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചാടിക്കേറി ഉത്തരം പറയുമ്പോൾ അത് അബദ്ധമായി മാറിയേക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പലരും പല രീതിയിലല്ലേ പല ആൾക്കാരും കാണണേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊന്നും ഉദ്ദേശമല്ല ഇന്റർവ്യൂക്കാർക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണത്. അപ്പോ പറഞ്ഞു കേട്ടോടത്തോളം കനാൽ ബ്രദേഴ്സ് മൊത്തത്തിൽ കുറച്ച് സാഡും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുവാണ്. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാം സെറ്റാണ്. ഞങ്ങള് വീഡിയോ വരുമ്പോ ചിരിച്ചിട്ടാ വരാറുള്ളൂ, സങ്കടപ്പെട്ട ഇതുവരെ ആരും കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കുറെ സങ്കടങ്ങളുണ്ട്. ഉണ്ട്. അതൊക്കെ ഞങ്ങള് കാണിച്ച് വെറുതെ പ്രേക്ഷകരെ കൂടെ സങ്കടപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചു നേരം ഈ സങ്കടമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ പാർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോകാം. ഓക്കെ. അപ്പൊ അഭിലാഷ് ബ്രോ ആൻഡ് ലെവിൻ ബ്രോ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ രണ്ടുപേരും ഇവിടെ വീട്ടിലും നാട്ടിലൊക്കെ എന്താ വിളിക്കുന്നത്? എന്നെ വീട്ടില് വിളിക്കുന്നത് കുട്ടാപ്പി. കുട്ടാപ്പി വിളിക്കുന്ന ലെവിനെ. ലെവിൻ ബ്രോനെ എന്താ വിളിക്കുന്നത്? എന്നെ വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞാപ്പൂന്ന. കുഞ്ഞാപ്പു. അമ്മയൊക്കെ അങ്ങനെയാണോ വിളിക്കുന്നത്? അമ്മയൊക്കെ അങ്ങനെ വിളിക്കണേ. ലെവിൻ ബ്രോനെ അപ്പൊ വിളിക്കുന്ന കുട്ടാപ്പി, ബ്രോ കുട്ടാപ്പി തന്നെയാണോ വിളിക്കുന്നത്? ലെവിനെന്ന് വിളിക്കണേ. ഞാൻ ചിലപ്പോ ഇറക്കാന്ന്. അത് കൊള്ളാലോ, അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരൊറ്റ മോനാണ് ലെവിൻ, ഒറ്റ മോനാണ്. അഭിലാഷ് ബ്രോക്ക് അനിയത്തി. പുള്ളിക്കാരി എന്താ ചെയ്യുന്നത്? +2 കഴിഞ്ഞോള് പഠിക്കാൻ പോകാനായിട്ടൊക്കെ ലാബ് പഠിക്കാൻ പാടുള്ള തയ്യാറെടുപ്പില്ല. അപ്പൊ ഇനി അവളെ പഠിപ്പിക്കേണ്ട ചുമതലയൊക്കെ ബ്രോയുടെ ആണോ? പഠിപ്പിക്കണം. എന്താക്കാൻ ആഗ്രഹം? അത് അവൾക്ക് എന്താണ് ആഗ്രഹം? നേഴ്സിംഗ് ആണ്. നേഴ്സിംഗ് ആണ് ആഗ്രഹം. നിങ്ങളുടെ കരിയറിനെ കുറിച്ച് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുവെച്ചെങ്കിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ IT പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താവാനാണ് ആഗ്രഹം? ഓട്ടോമൊബൈൽ മെക്കാനിക്. ഓട്ടോമൊബൈൽ മെക്കാനിക്, അത് ആവാനാണ് ആഗ്രഹം. ആയിത്തീരും. കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അതിന് വേണ്ടിട്ട് എന്തായാലും സെറ്റ് ആയിട്ട് പഠിക്കും. ബ്രോക്ക് എന്താവാൻ ആഗ്രഹം? ഞാൻ 10 വരെ പഠിച്ചോളൂ. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തോടൊക്കെ സിനിമ, എഡിറ്റിങ്, ആ ഒരു മേഖലയോട് ഒരു താല്പര്യം വന്നുപോയി. അപ്പൊ അങ്ങനെ ഈ രീതിക്ക് അങ്ങ് പോകുന്നു. എഡിറ്റ് ചെയ്യാറുണ്ട്?
എഡിറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു, ഞാനിപ്പോ എഡിറ്ററാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് ചിലപ്പോ ട്രോൾ ഇറക്കും, അയ്യോ നീയാണോ ഈ സിനിമയൊക്കെ എഡിറ്റ് ചെയ്യണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കറിയാവുന്ന രീതിയിൽ എന്റെ ഒരു അറിവിലുള്ള രീതിയിലുള്ള എഡിറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പ്രൊമോഷൻ അങ്ങനെയുള്ള ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ വിഷസ് അതുപോലുള്ള പ്രൊമോഷൻസുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ കടകളുടെ പരസ്യങ്ങള് അങ്ങനെയൊക്കെ, കടകളുടെ പരസ്യങ്ങള് അങ്ങനെയൊക്കെ. കടയുടെ പ്രൊമോഷൻ വർക്കൊക്കെ എപ്പോഴും കിട്ടാറുണ്ടോ? എപ്പോഴും കിട്ടാറില്ല, അതൊരു സീസൺ മന്ത്ലി ഏകദേശം എത്ര വർക്ക് വരും? അങ്ങനെയല്ല, ഞങ്ങളിപ്പോ റീച്ച് നിൽക്കുന്നുണ്ടല്ലോ, ആ ഒരു സമയത്തേ കിട്ടാറുള്ളൂ. ഇടയ്ക്കാണ് പരസ്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി. പരസ്യം കിട്ടി തുടങ്ങി. എന്നുവെച്ചാ ചെറിയ കടയുടെ എന്തെങ്കിലുമൊക്കെ. ഇനോഗ്രേഷൻ വല്ലതും സെറ്റ് ആയിരുന്നു? സെറ്റ് ആയിരുന്നു, പക്ഷെ പോകാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല, തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണെങ്കിലും ബർത്ത്ഡേ വിഷും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതിന് പേയ്മെന്റ് എങ്ങനെയായിരുന്നു? ഇപ്പോഴും പേയ്മെന്റ് എത്ര കിട്ടിക്കൊണ്ടിരിക്കുന്നത്? പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞാണ് ആകെ വിഷയമായിക്കണം. ഞങ്ങൾ ആദ്യമൊക്കെ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെയാണ് ചെയ്തോണ്ടിരുന്നത്. 150 രൂപ 200 രൂപ 500 രൂപ അങ്ങനെയൊക്കെ. പിന്നെ കുറച്ചുകൂടെ ഇങ്ങനെ പോന്നു കഴിയുമ്പോഴേക്കും ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ കുറച്ച് പൈസക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, കുറച്ച് പൈസ നിങ്ങൾ കൂടുതൽ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞ്, വീട്ടിൽ നിന്നും ഒക്കെ പറഞ്ഞു, നിങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ ചെയ്തു കൊടുക്കണമല്ലേ അവർക്ക്, അത് എന്തോരം പേരാ ആ വീഡിയോ കാണുന്നത്, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കൂട്ടണം എന്ന് പറഞ്ഞു, റേറ്റ് കുറച്ച് കൂട്ടണം എന്ന് പറഞ്ഞു. പലരും പറഞ്ഞു കുറേ വാങ്ങിക്കാന്നൊക്കെ, പക്ഷെ ഞങ്ങൾ ഒത്തിരി അങ്ങോട്ട് കയറ്റിയില്ല. പിന്നെ ഞങ്ങൾ 500 1000 ആക്കി, 1000 2000 ആക്കി അങ്ങനെ. അതായത് കടകളുടെ ഉദ്ഘാടനത്തിന്റെ പരസ്യങ്ങള്, വടംവലിയുടെ പരസ്യങ്ങള്, അങ്ങനെയുള്ള എന്തെങ്കിലും മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ പരസ്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ കുറച്ച് റേറ്റ് വലിയ പ്രോഗ്രാമിന് അത്യാവശ്യം നല്ല രീതിക്ക് പേയ്മെന്റ് കിട്ടും. അത് നിങ്ങൾ ചോദിച്ചു മേടിക്കാണോ ചെയ്യാ, അതോ അവര് ഞങ്ങള് അങ്ങനെ ചാടിക്കേറി പറയുമ്പോ അവര് പറയും, അയ്യോ ബ്രോ അത്ര തന്നെ കുറച്ച് കുറയ്ക്കാവോ. അപ്പൊ അവരുടെ ഇതനുസരിച്ച് അപ്പൊ കുറച്ച് ഉള്ളെങ്കിൽ എന്നാ അത് മതി എന്ന് ഞങ്ങൾ പറയും. ഒത്തിരി കുറയ്ക്കാതെ, ഓരോ പരസ്യങ്ങൾക്ക് ഓരോ ഇതാണല്ലോ, റേറ്റ് ആണല്ലോ വന്നത്. ഈ കനാൽ ഓക്കെ, ഇപ്പൊ പറഞ്ഞില്ല ആദ്യത്തെ വീഡിയോ 10 മില്യൺ ആയി, അങ്ങനെയാണ് ആൾക്കാര് വരാൻ തുടങ്ങിയതെന്ന്. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് ഇൻട്രോ ഉണ്ടല്ലോ, ഹലോ ഗായ്സ് വാട്സ്ആപ്പ്, ആ സാധനം അതന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓക്കെ, ആ ഒരു ഐഡിയ ഇവിടുന്ന വന്നേ, അത് ആരുടെ തലയിൽ നിന്ന് വന്നതാണ്? അത് എനിക്ക് കിട്ടിയാണ് എവിടെയോ പരസ്യത്തിലോ എവിടെയോ TV പ്രോഗ്രാമിലോ എവിടെയോ കേട്ട് ഹലോ വാട്സാപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ അവന് ആടിനെ തീറ്റാൻ മലയിൽ പോയൊരു വീഡിയോ ഉണ്ട്. ഞാൻ അവിടെ വെച്ചാണ് ഞാൻ ആടേ വിളിക്കുന്ന ഒരു വീഡിയോയില് ഹലോ ഗൈസ് വാട്സാപ്പ് പറഞ്ഞത്. പിന്നെ ഓരോ വീഡിയോസിൽ അങ്ങനെ ചെയ്യാൻ തോന്നി. പിന്നെ അതായി ട്രെൻഡ്, പിന്നെ അത് ശീലായി. അതിന് പ്രത്യേകം കമന്റുകൾ വല്ലതും വന്നിട്ടുണ്ടായിരുന്നു? കമന്റുകള് ഫേസ്ബുക്കില് ആൾക്കാര് പറയാറുണ്ട്, എടാ ഇത് ഫേസ്ബുക്കാ, യുവമാർ തന്നെ ഇവിടെ വന്ന് വാട്സാപ്പ് എന്ന് പറയണേ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതേ കമന്റ്. ഇത് ഇൻസ്റ്റാഗ്രാം അല്ലേ, ഇവിടെ വന്നിട്ട് വാട്സാപ്പ് എന്ന് പറയണേ. അപ്പൊ നിങ്ങളുടെ പ്ലാൻ എന്താ, ഇനി അത് മാറ്റാൻ വല്ല പ്ലാനും ഉണ്ടോ? ഒരിടയ്ക്ക് ഞങ്ങള് എല്ലാം പറയായിരുന്നു, വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഹോട്ട്സ്റ്റാർ, സ്നാപ്സീഡ്, പിക്സർ, യൂക്കട്ട്, പിന്നെ കാലഹരണപ്പെട്ടു പോയി ടിക്ടോക്ക്. അതിനെ വരെ സ്മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞ് കുറെ ആയിക്കഴിഞ്ഞ ആൾക്കാര് ഒരു ബോറായെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളത് മാറ്റി. അതൊക്കെ ആയിട്ടാണ് ഇപ്പൊ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഏറ്റവും വലിയ ആഗ്രഹം വീട് വെക്കണം എന്നാണ് കേട്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും. എന്താണ് ആ ഒരു സ്വപ്നം, എന്നാണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത്? ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. എൻ്റെ വീട് എല്ലാവരും ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ വീട് കണ്ടു. നേരത്തെ അങ്ങനെ എൻ്റെ വീട് പലതും ചോദിച്ചാൽ വീട് കാണിക്കാമെന്നൊക്കെ. അപ്പം ഞാൻ വീട് കാണിക്കാൻ തയ്യാറായില്ലായിരുന്നു. കാരണം എങ്ങനെ കാണിക്കണേ, കാരണം അതുപോലത്തെ രീതിയിലല്ലേ കിടക്കണേ. അപ്പോ കാണിക്കാനും ഒരു വിഷമം. അതെ അതെ, ഞാൻ കിടക്കണ അവിടെയൊക്കെ നനയും. നല്ല മഴ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു രക്ഷയില്ല. പിന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണം, മഴക്കാലം ഇനിയിപ്പോ ജൂണല്ലേ വന്നെ, അതിപ്പോ തന്നെ അങ്ങനെ തന്നെ കിടക്കാല്ല. അതിപ്പോ എന്നാ പറയണേ, മൊത്തത്തിൽ ആകെ ടാസ്ക് ആയിട്ട് നിൽക്കുവാണ്. അതെ. അപ്പൊ TV കിട്ടിയപ്പോഴും മേടിക്കാൻ, അത് വെക്കാനുള്ളൊരു പ്ലേസ് ഇല്ലായിരുന്നു, സൗകര്യം ഇല്ലായിരുന്നു. TV എന്താ ചെയ്തേക്കുന്നത്? TV സൗകര്യം ഇല്ലെന്ന് വെച്ചാ അകന്നിരുന്ന് കാണണമല്ലോ TV. ഇപ്പൊ ഇത് അടുത്ത് ഇരുന്ന് കാണേണ്ട ഒരു അവസ്ഥയാ.
അതായത് മേശയുടെ അടുത്താണ് TV ഇരിക്കണം. ഞങ്ങൾ അതിനോട് ചേർന്ന് ഇരുന്ന് കാണാം. അപ്പൊ കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും അടുത്തിരുന്ന് കാണുമ്പോൾ. ഓ അത്രയും സൗകര്യക്കുറവായതുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് അതെ വരുന്നുള്ളൂ. അതെ അതെ. കമന്റ് ഇടുന്ന ആൾക്കാർ അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെയാണ്, കുറെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയാതെയാണ് അതിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അത് കാണുമ്പോ ശരിക്കും എന്താ ഫീൽ ചെയ്യുന്നത്? ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. ഒരുപാട് നെഗറ്റീവ് കമന്റ് ഒക്കെ കേൾക്കുമ്പോഴേ ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ പാർക്കി വെച്ച് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി നെഗറ്റീവ് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട്. പിന്നെ ദൈവവും പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ പ്രേക്ഷകരും വീട്ടുകാരും ഒക്കെ ഇങ്ങനെ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറയണോണ്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകണം. ഈ ലോകം മുഴുവനും ഞങ്ങളെ തളർത്താൻ നോക്കിയാൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റൂലല്ലോ. ഇപ്പോഴാണെങ്കിലും ലെവിന്റെ അച്ഛനതാ ഇന്റർവ്യൂക്കാരെ കാണുമ്പോ ചെറിയൊരു സീനിലാണ് നിൽക്കുന്നത്. അത് മൊത്തത്തിൽ മീഡിയക്കാരുണ്ടാക്കിയ ഒരു പ്രോബ്ലം ആണോ? അല്ല, മൊത്തത്തിലല്ല. കുറച്ചൊക്കെ ആൾക്കാരെന്താണ് കിട്ടേണ്ടതെന്നൊക്കെ നോക്കിയിരിക്കണവരൊക്കെ ഉണ്ട്. അതായത് ഇല്ലേ, ഈ നെഗറ്റീവ് വരാൻ വേണ്ടി എന്തെങ്കിലും വായിന്നൊന്ന് വീണ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കണവരുണ്ട്. അവര് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ കട്ടായിട്ട് ഓരോ ഷോർട്ടായിട്ട് എടുത്തിട്ട് അവിടെ ഇവിടെ ഓരോ സൈറ്റുകളിൽ ഒക്കെ ഇട്ട് അത് കാണുന്ന ആൾക്കാർക്ക് അന്നേരം വെറുപ്പുണ്ടാവുമല്ലേ. അവര് ഇടണ ഇതിലാണ് കാര്യം, മറ്റേ തന്നെ തമ്പനയിലും പിന്നെ ക്യാപ്ഷനും ഇല്ലേ, അതാണ് കാര്യം. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവര് കട്ട് ചെയ്ത ഭാഗം കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും അതല്ലേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. അവരാ വീഡിയോയുടെ മുഴുവനും ഭാഗം അധികം പേര് ശ്രദ്ധിക്കണില്ല. പിടിച്ച സാധനങ്ങൾ ഇടുമ്പോ നിങ്ങൾക്ക് അത് ഭയങ്കര നെഗറ്റീവായി വരുന്നുണ്ട്. തോന്നാറുണ്ട്, നെഗറ്റീവായിട്ട് വരാറുണ്ട്. ആൾക്കാർ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? ഞങ്ങള് ഇവരോട് രണ്ടുപേരോടും സംസാരിച്ചതിൽ വെച്ചിട്ട് ഇവർക്ക് വീഡിയോ ഒക്കെ ചെയ്ത് ഇത്രയും റീച്ച് എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അവർക്ക് അതിലും വലിയൊരു വിഷമം എന്താന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നു എന്നുള്ളതാണ്. അമ്മ അതിനൊക്കെ എങ്ങനെയാ കാണുന്നത്? നെഗറ്റീവ് പറഞ്ഞവര് പറയട്ടെ, അവര് എന്തായാലും ഇത്രയും ഇതായല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അതിൽ വിഷമമൊന്നുമില്ല. അവനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട കമന്റ് എന്ന് പറയുന്നത് ഇത്രയും പ്രായമായിട്ട് വല്ല പണിക്കുമ്പോ കൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ വളച്ചൊടിച്ച ആൾക്കാർ സംസാരിച്ചു എന്നുള്ളതൊക്കെയാണ്. അതവൻ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നു. ഈ കാര്യങ്ങളില് അമ്മമാര് സന്തോഷത്തിലല്ലേ? കുഴപ്പമൊന്നുമില്ല. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. വർക്ക്ഷോപ്പിലും പോയി, പിന്നെ ഗാർഡനിലൊക്കെ ലൈറ്റ് ആൻഡ് സൗണ്ടിനൊക്കെ പോവായിരുന്നു. അഭിലാഷ് ബ്രോയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഈ വീട് മാറ്റിയിട്ട് നല്ലൊരു വീട് വെക്കണം എന്നുള്ളതാണ്. അതിന്റെ കുറെ സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വൈകാതെ നടക്കും. എന്താണ് പറയാനുള്ളത്? നടക്കുന്ന എന്റെ വിശ്വാസം. ഞാനും അവനോട് വഴക്ക് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു, എന്തിന് ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കും. അന്നേരം അമ്മ നോക്കിയോ അമ്മ, എനിക്കൊരു കുഴപ്പവും ദൈവം വരുത്തൂല, ഒരു കുഴപ്പവും ഇല്ല അമ്മയെന്ന് എന്നോട് പറയാറുണ്ട്. എന്നാലും ഇത് വിജയിക്കുമെന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഹാപ്പി ആയി. അതുപോലെ തന്നെ ആയി. ആദ്യമായിട്ട് ഇവരുടെ വീഡിയോ ഒക്കെ വൈറലായപ്പോ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. എങ്ങനെയാ അതൊക്കെ അറിഞ്ഞ്? ഇവരെന്നെ പറയായിരുന്നു. എല്ലാരും പറയും. പിന്നെ ഇവര് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ, കടകളിലൊക്കെ പോകുമ്പോഴൊക്കെ അവര് പറയാറുണ്ടായിരുന്നു, ഇവര് കണ്ട് ഞങ്ങൾ കാണാറുണ്ട് എന്നൊക്കെ. അവർക്കും വളരെ സന്തോഷമായിരുന്നു. പണ്ടിങ്ങനെ അമ്മ വഴക്ക് പറഞ്ഞതിനൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ സങ്കടം തോന്നുന്നുണ്ടോ? സങ്കടം തോന്നുന്നുണ്ട്. ആണോ? എന്താ മോനോട് പറയാനുള്ളത്? ഈ ഒരു മൊമെന്റിൽ എന്താ പറയാനുള്ളത്? ഇപ്പൊ എല്ലാം സെറ്റായിട്ട് നിൽക്കുമല്ലേ? അതെ, സെറ്റായിട്ട് നിൽക്കും. അപ്പൊ നിങ്ങൾക്കൊരു അപേക്ഷ, ഒരു വീടിന്റെ പ്രശ്നമാണ് മെയിനായിട്ട്. വീട് വെള്ളം ചോരും. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് ഉള്ളത്. അതൊക്കെ എന്തായാലും സെറ്റ് ആവും. അബിയില് പ്രതീക്ഷയില്ലേ അമ്മയ്ക്ക്? ഉണ്ട്. അച്ഛനാണെങ്കിലും ഇപ്പൊ എന്താ പറയുന്നത്? അച്ഛന് കുഴപ്പമില്ല. എല്ലാം കൊണ്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനിയും വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണോ അമ്മയ്ക്ക് അവനോട് പറയാനുള്ളത്? മുന്നോട്ട് പോകണം തന്നെ പറഞ്ഞു. ഈ പ്രൊമോഷൻസിന്റെ കാര്യങ്ങളാണെങ്കിലും അതിലെല്ലാം ആൾക്കാർ കുറെ കമന്റ് വരുന്നുണ്ട്, ഇത്രയും പൈസ കിട്ടുന്നില്ലേ, എന്നാ പിന്നെ വീട് വെച്ചൂടെ, അങ്ങനത്തെ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അബിയോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അത് വീട്ടുകാര്യങ്ങൾക്ക് പോലും തികയാറില്ല എന്നുള്ളത്. പക്ഷെ അതൊന്നും ഒരു വീട് വെക്കാനുള്ള പൈസ അല്ലല്ലോ. നമുക്കറിയാലോ ഒരു വീട് വെക്കണമെങ്കിൽ എന്തോരം പൈസ കയ്യിൽ വേണമെന്ന്. വീട് വെക്കണമെങ്കിൽ കുറെ പൈസ വേണം. അപ്പൊ ഇങ്ങനെ കമന്റ് ഒക്കെ പറയുന്ന ആൾക്കാരോട് പിന്നെ നമ്മൾ എന്ത് പറയാനാ? പറയുന്നവര് പറയട്ടെ. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് എന്ത് കേട്ടിട്ടാ? എനിക്ക് അങ്ങനെ സങ്കടമൊന്നുമില്ല. എനിക്ക് എല്ലാം ഹാപ്പിയാണ്. കാരണം ദൈവം നടത്തും എന്നുള്ള
പ്രത്യാശ മുമ്പോട്ടുണ്ട് ഉം. എല്ലാ കാര്യങ്ങൾക്കും. എല്ലാ കാര്യങ്ങളും. അപ്പൊ എല്ലാം വൈകാതെ സെറ്റ് ആവും, വീടും കാര്യങ്ങളൊക്കെ ഓക്കെ ആവും, വീഡിയോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവും, ഇവര് തകർക്കും. ഓക്കെ. അല്ലയോ ജനങ്ങളെ, കേട്ടുകൊള്ളുവിൻ, ഇതാ ഒരു സന്തോഷ വാർത്ത. ഞങ്ങളെ തേടി മെയിൻ സ്ട്രീം 1 യൂട്യൂബ് ചാനൽ എത്തിയിരിക്കുകയാണ്. അവതാരിക ശില്പ ചേച്ചി. ഇതിൽ പരം സന്തോഷം ഞങ്ങൾക്കിനി വേറെ ഇല്ല. ഒരു ചെറിയ ദുഃഖം, കനാലിൽ വെള്ളമില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് വെള്ളം വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇവരുടെ കനാലും കനാൽ ജീവിതവും. നമ്മള് മൊത്തമായിട്ട് കേട്ടപ്പോ നമ്മൾ കാണുന്ന പോലൊന്നുമല്ല, കുറെ സങ്കടമുണ്ട്, അതിലേറെ സന്തോഷമുണ്ട്. പക്ഷെ എന്തൊക്കെ ആയാലും ഒന്നിലും തളരാതെ മുന്നോട്ട് തന്നെ പോവാ. അടിപൊളിയല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.